Hi everyone, this is me CASAC BENJALI. ബിസിനസ്സുകാരൻ എങ്ങനെയായിരിക്കണം? പലപ്പോഴും എൻ്റെ അടുത്ത് പിള്ളേരായിട്ടുള്ള ഒത്തിരി ബിസിനസ്സുകാർ വന്നിട്ട് ചോദിക്കാറുണ്ട്, എനിക്കും ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു ബിസിനസ്സുകാരൻ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ഒരു ബിസിനസ്സുകാരനായി തീരേണ്ടത്? ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾക്കൊരു ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ എന്താണ് ഓൺട്രപ്രണേഴ്സ്? പല ആളുകളും ബിസിനസ് തുടങ്ങി പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അവർക്കൊരു ഓൺട്രപ്രണോറിയൽ മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു ബിസിനസ്സുകാരനാവാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. 10-20 വർഷക്കാലം ഒരു ജോലിയൊക്കെ നന്നായിട്ട് ചെയ്ത് അപ്പോൾ തോന്നുമ്പോൾ കൊള്ളാലോ, എന്നെ കൊണ്ടാണ് ഈ ബിസിനസ് എല്ലാം നടന്നു പോകുന്നത് എന്ന് വിചാരിച്ചാൽ ജോലിയിൽ നിന്ന് നേരിട്ട് അങ്ങ് ബിസിനസ്സിലേക്ക് ഇറങ്ങും. പക്ഷേ പലപ്പോഴും ബിസിനസ് പരാജയപ്പെടും. അതിൻ്റെ കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, നിങ്ങളൊരു ബിസിനസ്സുകാരനാകുന്നതിന് മുൻപ്, നിങ്ങളൊരു മെൻ്റലി ഒരു ബിസിനസ്സുകാരനാകുന്നതിന് മുമ്പ് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാവാൻ തയ്യാറായിട്ടുണ്ടോ? നിങ്ങളുടെ മൈൻഡ് ഒരു ബിസിനസ്സുകാരനാവാനുള്ള പക്വതയും കാപ്പബിലിറ്റി നേടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു ബിസിനസ്സുകാരൻ്റെ മൈൻഡ് സെറ്റും ഒരു ബിസിനസ്സുകാരൻ അല്ലാത്ത ഒരാളുടെ മൈൻഡ് സെറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് രണ്ടും രണ്ട് DNA ആണ്. ആ ഒരു ഓൺട്രപ്രണർ മൈൻഡ് സെറ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ ഒരു ബിസിനസ്സുകാരനാവാൻ ആവശ്യമായിട്ടുള്ള മൈൻഡ് സെറ്റ് എത്തിയ ഒരാൾ, 2 ടൈപ്പ് ആളുകളാണ് നമുക്കുണ്ടാവുക. ഒന്ന്, ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആവാൻ തയ്യാറായിരിക്കുന്ന മൈൻഡ് സെറ്റിലാണ് നമ്മൾ പറയുന്ന പേരാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. സോ ഗ്രോത്ത് മൈൻഡ് സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ബിസിനസ്സുകാരൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള സാഹചര്യത്തെക്കാൾ കൂടുതൽ പുരോഗതിയിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാകുന്ന ആളാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റുകാർ. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് നിലവിലുള്ള ലൈഫിൻ്റെ സ്റ്റാറ്റസ് കോ അംഗീകരിക്കുന്നവരല്ല, നിലവിലുള്ള ജീവിത സാഹചര്യത്തിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല, ഒരു സാഹചര്യത്തിൽ സംതൃപ്തിയോട് കൂടിയിട്ട് ജീവിച്ച് തീർക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല ഗ്രോത്ത് മൈൻഡ് സെറ്റുകാർ. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സുകാരൻ്റെ പ്രധാനപ്പെട്ട മൈൻഡ് സെറ്റാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. രണ്ടാമത്തെ, ബിസിനസ്സുകാരല്ലാത്തവരുടെ, മെൻ്റലി ബിസിനസ് ചെയ്യാൻ കഴിയാത്ത ആളുകളുടെ മൈൻഡ് സെറ്റ് എന്താണ്? ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് എന്നും പറയും. ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്. അപ്പോൾ എന്താണ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്? എന്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്? ഇതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ്? നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാവാൻ തയ്യാറായിട്ടുണ്ടോ? നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഗ്രോത്ത് മൈൻഡ് സെറ്റിലാണോ അതല്ലെങ്കിൽ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിലാണോ? ഇത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ ലക്ഷ്യം. റെഡിയാണോ? സോ നിങ്ങൾക്ക് ഈ കറക്റ്റായിട്ട് നിങ്ങൾ ഓരോ ലെവലിലും ഏത് ലെവലിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ക്യാപ്പബിൾ ആളാണോ? ബിസിനസ് ഇപ്പോൾ തുടങ്ങണോ അതല്ല കുറച്ചും കൂടെ മൈൻഡിനെ ഒന്ന് റെഡി ആക്കിയിട്ട് തുടങ്ങാൻ മതിയോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ഗ്രോത്ത് മൈൻഡ് സെറ്റിലാണോ അതല്ല ഫിക്സ്ഡ് മൈൻഡ് സെറ്റിലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു എന്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, എന്താണ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കിവിടെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. അതോടൊപ്പം തന്നെ അപ്പുറത്തെ കോളത്തിൽ എന്താണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഇത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏത് ലെവൽ മൈൻഡ് സെറ്റിലാണ്? നമ്മൾ ഗ്രോത്ത് ആണോ, നമ്മൾ ഫിക്സ്ഡ് മൈൻഡ് സെറ്റാണോ, നമ്മൾ ബിസിനസ് തുടങ്ങാൻ റെഡി ആയിട്ടുണ്ടോ അതല്ല ബിസിനസ് ഇപ്പോൾ തുടങ്ങേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി, ഏത് കണ്ടീഷനിലാണ് നമുക്ക് അറിയാൻ പറ്റും. സോ ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ആദ്യം നമുക്ക് അനലൈസ് ചെയ്യാം എന്താണ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്. ഇവരുടെ ഈ ഫിക്സ്ഡ് മൈൻഡ് ഇൻ്റലിജൻസും ടാലൻറ്റും ഒക്കെ ലിമിറ്റഡ് ആണെന്ന് ഇവരങ്ങ് വിചാരിക്കും. ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാരുടെ പ്രത്യേകത, നിങ്ങൾക്ക് ഒരുപാട് ടാലൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ട്. ടാലൻസ്, നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് വിചാരിക്കുക. ഈ കഴിവ് ലിമിറ്റഡാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കഴിവ് ലിമിറ്റഡാണ്. ആ കഴിവ് ഒരിക്കലും എക്സ്പാൻഡഡ് അല്ല. അത് കഴിവുകളെല്ലാം കുറച്ച് ആളുകൾക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എന്നതാണ് ആര് വിചാരിക്കുന്നത്? ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാർ വിശ്വസിക്കുന്നത്. അതായത് ജന്മനാ കിട്ടുന്നതാണ് കഴിവെന്നും ആ കഴിവ്, ജന്മനാ കിട്ടുന്ന കഴിവ് നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയ വിജയത്തിൽ നിന്ന് എത്തിക്കാൻ പറ്റില്ല. അതായത് ഒരാൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള കുറഞ്ഞ കഴിവുണ്ട്, അപ്പോൾ അയാൾ വിചാരിക്കണം ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാരനാണ്. അയാൾ വിചാരിക്കണം എനിക്കിങ്ങനെ പാടത്തും പറമ്പിലൊക്കെ കളിച്ച് നടക്കാനുള്ള കഴിവേ ഉള്ളൂ എന്ന് വിചാരിച്ച് അയാൾ എന്ത് ചെയ്യും? അയാളുടെ ഗ്രൗണ്ട് പാടമായിട്ട് തിരഞ്ഞെടുക്കും. അവിടെ കിട്ടുന്ന ചെറിയ 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 അപ്രീസിയേഷനുകളും ചെറിയ സമ്മാനങ്ങളും ചെറിയ വിജയങ്ങളും മാത്രം അയാളുടെ ജീവിതത്തിലെ വലിയ നേട്ടമായിട്ട് കണക്കാക്കി അവിടെ അങ്ങ് ഒതുങ്ങും. അയാൾ നല്ലൊരു കോച്ചിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അയാൾ വിശ്വസിക്കുന്നില്ല. ഇവിടെയാണ് നമ്മളെന്ത് പറയുന്നത്, ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാർ പറയുന്നത്. ഇവർ ടാലൻറ്റും ഇൻ്റലിജൻസും വ്യക്തികളുടെ കഴിവിനെയെല്ലാം ലിമിറ്റഡാണ്. എത്ര നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും അത് പുരോഗതിയിലേക്ക് എത്തില്ല എന്ന് വിചാരിക്കുന്നവരാണ്. അപ്പോൾ ഗ്രോത്ത് മൈൻഡ് സെറ്റുകാരുടെ പ്രത്യേകത എന്താണ്? ഗ്രോത്ത് മൈൻഡ് സെറ്റുകാരുടെ പ്രത്യേകത, ഇവർ ടാലൻറ്റും ഇൻ്റലിജൻസും എല്ലാം ക്യാൻ ബി ഇംപ്രൂവ്ഡ്
ഇംപ്രൂവ്ഡ്. അതായത് നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും ശരി, എത്ര ടാലൻ്റ് ഉണ്ടെങ്കിലും ശരി, നമ്മളത് പരിശ്രമിച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ മെനക്കെടാൻ തയ്യാറാണെങ്കിൽ നമുക്കത് എത്രയാണെങ്കിലും നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. തുടക്കത്തിൽ നമ്മൾ 1-2 വർഷം നമുക്ക് 1-2 ലക്ഷം രൂപ മാസത്തിൽ കിട്ടുന്നുള്ളൂ, കുഴപ്പമില്ല. നമ്മുടെ ലീഡർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള അറിവ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും, ഏത് ലെവൽ വരെ വേണമെങ്കിലും ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആര് വിശ്വസിക്കുന്നുണ്ട്? ഗ്രോത്ത് മൈൻഡ് സെറ്റുകാർ വിശ്വസിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തുടക്കത്തിൽ ഒരു കഴിവേ ഉള്ളൂ എങ്കിലും 1-2 വർഷം കഴിയുമ്പോൾ അവരുടെ കഴിവ് കൂടി വന്നുകൊണ്ടിരിക്കും. അവരൊരിക്കലും നിലവിലുള്ള കഴിവിൽ സംതൃപ്തിയോടുകൂടി അവിടെ തന്നെ ഒതുങ്ങി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. നിരന്തരമായ പരിശ്രമത്തിലൂടെ അവരവരെ കഴിവിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, വെറുതെ ഇരിക്കുന്നില്ലെന്നർത്ഥം. പുതിയ ട്രെയിനിങ്ങിന് പോകും, പുതിയ കോച്ചിങ്ങിനെ കണ്ടെത്തും, പുതിയ കഴിവിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റുകാരുടെയും ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാരുടെയും ഒന്നാമത്തെ ഡിഫറൻസ്. ഇനി രണ്ടാമത്തെ ഡിഫറൻസിലേക്ക് പോവുകയാണെങ്കിൽ, ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും ചാലഞ്ചസുകളും അതുപോലെ തന്നെ പരാജയങ്ങളും ഒഴിവാക്കും. അവോയ്ഡ് ചാലഞ്ചസ്, അതായത് റിസ്ക് ഇവർ ഒഴിവാക്കും, റിസ്ക് എടുക്കത്തേ ഇല്ല. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ കൂടുതൽ ഗവൺമെൻറ് ജോലി പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരിക്കലും ഗവൺമെൻറ് ജോലി ഇഷ്ടമല്ല. അത് ഗവൺമെൻറ് ജോലി മോശമായതുകൊണ്ടല്ല. ഗവൺമെൻറ് ജോലി അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജോലി, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ത്രില്ലില്ല, റിസ്ക് അതിനകത്തില്ല. റിസ്ക് എടുക്കാൻ, പുതിയ കാര്യങ്ങളിൽ പുതിയ ചാലഞ്ചസുകൾ, പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ലൈഫ് പൂർണ്ണമല്ലെന്നൊരു തോന്നൽ എനിക്കുണ്ടാവും. കാരണം റിസ്ക് എടുക്കുന്നത്, പുതിയ വെല്ലുവിളികൾ സ്വീകരിക്കുന്നത്, പുതിയ റിസ്കുകളിലൂടെ കടന്നു പോകുന്നതിനാണ് ലൈഫിനൊരു ത്രില്ല് ഞാൻ കാണുന്നത്. പക്ഷേ ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു റിസ്ക് അവിടെ ഉണ്ടെങ്കിൽ അവരത് ഒഴിവാക്കും. അതായത് കുറച്ച് റിസ്ക് ഉള്ള ജോലിയാണ്, അല്ലെങ്കിൽ കുറച്ച് ബിസിനസ് റിസ്ക് ഉള്ള ഏരിയയാണ് അവർക്ക് വരുന്നത്, കുറച്ച് ചാലഞ്ചസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ഈ 50 ചെറിയൊരു ചാലഞ്ചസ് ഉണ്ട്, പക്ഷേ ആ ചാലഞ്ചസ് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ മാസത്തിൽ 5 ലക്ഷം കിട്ടും. എന്നാൽ മറ്റൊന്നുണ്ട്, ഒരു റിസ്ക്കും ഇല്ല, ഒരു ചാലഞ്ചസും ഇല്ല, ഒന്നുമില്ല, വളരെ കംഫർട്ടബിളാണ്, ആരും ചോദിക്കാനും വരാനും പോകുന്നില്ല, വളരെ സുഖകരമായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ, 25,000 രൂപയാണെങ്കിൽ ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാർ ആ 25,000 രൂപയുടെ റിസ്ക് ഇല്ലാത്ത കംഫർട്ടബിൾ ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ തിരഞ്ഞെടുക്കും. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റുകാർക്ക് സ്വന്തം ജീവിതത്തെ കുറഞ്ഞ ശമ്പളമോ കുറഞ്ഞ ജീവിതമോ അല്ലെങ്കിൽ കുറഞ്ഞ സാഹചര്യങ്ങളിലോ ഒതുങ്ങിക്കൊടുന്നതിന് പകരം പുതിയ റിസ്ക് എടുക്കാൻ അവർ വളരെ വലിയ ആവേശത്തോട് കൂടിയിട്ട് കാണിക്കും. ഇവർ റിസ്ക്കും ചാലഞ്ചസിനും കെട്ടിപ്പിടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. റിസ്ക് ഉണ്ടോ അതിനെ കെട്ടിപ്പിടിക്കും, മലമുകളിൽ കയറണോ കെട്ടിപ്പിടിക്കും, മഞ്ഞാണോ കെട്ടിപ്പിടിക്കാൻ ഇഷ്ടം. അത് കംഫർട്ടബിൾ ആയിട്ടുള്ള നിരന്ന പ്രതലത്തിലൂടെ ഓടുന്നതിനേക്കാളും ഇഷ്ടം മല കയറുന്നതാണ് ഇഷ്ടം, ചെങ്കുത്താഴ താഴ്വാരങ്ങളിലേക്ക് ഊളിയിടുന്നതാണ് ഇഷ്ടം, വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് പവിഴങ്ങൾ തപ്പി ഇറങ്ങുന്നതാണ് ആർക്കിഷ്ടം? ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്മെൻറ്റ് വേണം. ഒരു ഓൺട്രപ്രണർ എപ്പോഴും എങ്ങനെയായിരിക്കും? റിസ്കുകൾ എടുക്കാൻ തയ്യാറ്. ഒരു ഓൺട്രപ്രണറുടെ ഏറ്റവും വലിയ പ്രത്യേകത അയാൾ റിസ്ക് എടുക്കാൻ റെഡിയാണ്. റിസ്ക് എടുക്കാനാണ് ഇഷ്ടം. അയാൾ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് റിസ്ക്കാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? എംബ്രൈസ് ചാലഞ്ചസ്. ഇവന്മാർ ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാർ ചാലഞ്ചസ് ആ വഴിക്കുണ്ടെങ്കിൽ ആ വഴി പോയിട്ട് കുറച്ച് ദൂരം കൂടുതലാണെങ്കിലും സ്മൂത്ത് ആയിട്ടുള്ള വഴിയെ തിരഞ്ഞെടുക്കുകയുള്ളൂ എങ്കിൽ, ഓൺട്രപ്രണേഴ്സ് ഗ്രോത്ത് മൈൻഡ് സെറ്റുകാർ എപ്പോഴും എന്ത് ചെയ്യും? അവർ റിസ്കിനെയും ചാലഞ്ചസിനെയും എംബ്രേസ് ചെയ്യും. കെട്ടിപ്പിടിക്കുക, അതിനെ കെട്ടിപ്പിടിക്കാനും അതിലേക്ക് കടന്നു ചെല്ലാനും അവർക്ക് ഇഷ്ടമാണ് ചാലഞ്ചസ്. അപ്പോൾ രണ്ടാമത്തെ പ്രത്യേകതയാണ്. ഇനി മൂന്നാമത്തെ ഇവരുടെ ഡിഫറൻസുകൾ എന്താണ്? ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് പാറ്റേണും ഇതിലേക്ക് എത്തുന്നിടത്ത് മാത്രമാണ് ഒരു ബിസിനസ്സുകാരനാവാൻ നമ്മൾ റെഡി ആയിട്ടുള്ളത്. മൂന്നാമത്തതാണ് ഫീഡ്ബാക്ക്. അതായത് ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാരോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ക്രിറ്റിസിസമായിട്ട് എടുക്കും. അതായത് ഫീഡ്ബാക്കിനെ അവർ ക്രിറ്റിസിസമായിട്ട് കൺസിഡർ ചെയ്യും, ഫീഡ്ബാക്കിനെ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. അതായത് അവരെ കുറ്റം പറഞ്ഞതാണ് എന്ന ഫീലിലാണ് ആരെടുക്കുക? ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാരെടുക്കുക. കാരണം അവർ ചെയ്യുന്നതെല്ലാം കറക്റ്റായിരിക്കണം, എല്ലാവരും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. അവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു പോരായ്മ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാകും, അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവില്ല. അവരതിനെ ക്രിറ്റിസിസമായിട്ട് നെഗറ്റീവായിട്ട് വേണം എടുക്കും. പക്ഷേ ഇവിടെ ഗ്രോത്ത് മൈൻഡ് സെറ്റുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അവരോട് അവർ ചെയ്ത പോരായ്മയിൽ എന്തെങ്കിലും ഒരു പിഴവ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ താങ്ക് യു സോ മച്ച്,
നിങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ പറഞ്ഞു തന്നത് ഞാൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റും, എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫ് കൂടുതൽ ബെറ്റർ ആകും, എൻ്റെ ബിസിനസ് കൂടുതൽ ബെറ്റർ ആകും. സോ ഐ എം സോ താങ്ക് യു, ഐ എം സോ ഹാപ്പി ദാറ്റ് യു ഗേവ് മീ ദിസ് ഫീഡ്ബാക്ക് എന്ന് ആര് പറയും? ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാർ പറയും. കാരണം ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫീഡ്ബാക്കിന് എന്തായിട്ട് കണക്കാക്കും? സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് കണക്കാക്കും. അതായത് ഓരോ ഫീഡ്ബാക്കും അവരുടെ പുരോഗതിക്ക് സഹായിക്കുന്ന ഇൻഫർമേഷൻ ആണെന്ന് ആര് വിശ്വസിക്കുന്നുണ്ട്? ഗ്രോത്ത് മൈൻഡ് സെറ്റുകാർ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ അതിന് നെഗറ്റീവാണ്, ഞങ്ങളുടെ കുറ്റം പറഞ്ഞാണ്, എന്നെ കുറ്റം പറഞ്ഞാണെന്ന ഫീലോട് കൂടിയിട്ടാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റുകാർ ഇരിക്കുന്നത്. ഇനി നാലാമത്തത് എന്താണ്? നാലാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഈ ലക്കിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അതായത് എഫേർട്ട് എടുത്തു കഠിനാധ്വാനം ചെയ്താലൊന്നും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തു, എഫേർട്ട് എടുത്തു എന്ന് വിചാരിച്ചിട്ടൊന്നും ലൈഫ് സക്സസ് ആവത്തില്ല. ലൈഫ് സക്സസ് ആവണമെങ്കിൽ ഒന്ന് അച്ഛന് പണം വേണം, അല്ലെങ്കിൽ ഭാഗ്യം വേണം, അതല്ലെങ്കിൽ റെക്കമെൻഡേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വേണം. അല്ലാതെ ഒന്നും ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതായത് ലക്ക് ഉണ്ടായിരിക്കണം. ദേ ബിലീവ് ഇൻ ലക്ക്, നോട്ട് ഇൻ ഹാർഡ് വർക്ക്. അതായത് ഇവർ വിശ്വസിക്കുന്നത് ലക്കിലാണ് അവർ വിശ്വസിക്കുന്നത്, സിറ്റുവേഷനിലാണ് അവർ വിശ്വസിക്കുന്നത്, ഹാർഡ് വർക്കിലല്ല. കഠിനാധ്വാനം ചെയ്ത് ഹാർഡ് വർക്കിലൂടെ നമ്മുടെ ലൈഫിനെ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഈ കക്ഷികൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ബിസിനസ്സുകാരനാവാനായിട്ടില്ല, നിങ്ങൾക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിട്ടില്ല, ഒരു ഓൺട്രപ്രണറുടെ മൈൻഡ് സെറ്റ് വന്നിട്ടില്ല. സിറ്റുവേഷൻ നമുക്കുണ്ടാക്കാൻ കഴിയും, എൻ്റെ ലൈഫ് എനിക്ക് മാറ്റാൻ പറ്റും. ഭാഗ്യമല്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവൃത്തിയും ചിന്തയുമാണ് എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എൻ്റെ ബിസിനസ്സിൻ്റെ പരാജയത്തിനും വിജയത്തിനും എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം ഞാനാണ്. മാർക്കറ്റിനെയോ നാട്ടുകാരെയോ സ്റ്റാഫിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ നാലാമത് ഇവർ വിശ്വസിക്കുന്നത് എന്താണ്? എഫേർട്സ് ലീഡ് ടു സക്സസ്. നമ്മൾ എടുക്കുന്ന എഫേർട്സുകൾ, പലതരത്തിലുള്ള എഫേർട്സുകൾ, ചിലപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ എഫേർട്ട് എടുക്കുമ്പോഴേക്കും സക്സസ് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ നിരന്തരമായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ അത് സക്സസ്സിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ എഫേർട്ടിലൂടെ ഏതൊരാൾക്കും സക്സസ് ആവാൻ പറ്റുമെന്ന് ആര് വിശ്വസിക്കുന്നുണ്ട്? ഗ്രോത്ത് മൈൻഡ് സെറ്റ് പീപ്പിൾ വിശ്വസിക്കുന്നുണ്ട്. അതിനെയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തതിലേക്ക് നമുക്ക് കിടക്കാം. അഞ്ചാമത്തതിൽ എന്താണ്? അഞ്ചാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? കാരണം ഇവിടെ ഇവർ മറ്റുള്ളവരുടെ സക്സസ്സുകൾ, കൂടെ നിൽക്കുന്ന ഒരാളുടെ സക്സസ്, അല്ലെങ്കിൽ വേറെ ഒരുത്തൻ സക്സസ് ആകുന്നു, അല്ലെങ്കിൽ പുതിയ കോമ്പറ്റീറ്റർ വരുന്നു, അങ്ങനെ ആരെങ്കിലും വന്നിട്ട് സക്സസ് ആവുന്നത് എന്താവും? ത്രെറ്റായിട്ട് കാണും. ത്രെറ്റ്, അതേഴ്സിൻ്റെ സക്സസ് എന്താവും? ഇവർക്ക് പേടിയായിട്ട് കാണും. മറ്റുള്ളവരുടെ സക്സസ്സിനെ പേടിയായിട്ട്, ഭീഷണിയായിട്ട് കണക്കാക്കും. ആര്? ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്. അത് മറ്റൊരാൾ വിജയിക്കാതിരിക്കാൻ വേണ്ടി ഇവർ അതുകൊണ്ട് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും. മറ്റൊരാൾ വിജയിക്കുമ്പോഴേക്കും ഇവർക്ക് പേടിയാകും. അപ്പോൾ ആ കോമ്പറ്റീറ്ററെ ആരെങ്കിലും ഒരാൾ ഉയർന്നു വരുന്നത് ഇവർക്ക് പേടിയായിരിക്കും. എന്നാൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലെ ആൾ എന്താ കണക്കാക്കുന്നതെന്ന് അറിയോ? അതേഴ്സിൻ്റെ സക്സസ് എന്താക്കി തീർക്കും? സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആക്കി മാറ്റും. സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ, അതായത് മറ്റുള്ള ഒരാളുടെ വിജയം തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനുള്ളൊരു ഇൻസ്പിറേഷനാണ്. അത് അവൻ ചെയ്തോ, അവൻ വിജയിച്ചോ, എന്നാൽ പിന്നെ അത് എനിക്കും പോസിബിളാണ്, എനിക്കും അത് ഈസി ആയിട്ട് പോസിബിളാണ് എന്ന് ആര് വിശ്വസിക്കുന്നുണ്ട്? നമ്മളുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റുകാർ വിശ്വസിക്കുന്നു. മറ്റൊരാളുടെ വിജയം, ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ വിജയം ഇവനെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യും. അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും ചെയ്യും. അത് മറ്റൊരാളുടെ വിജയത്തെ പേടിക്കല്ല, മറ്റൊരാളുടെ വിജയത്തെ തൻ്റെ വളർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ അവസരമായിട്ട് ആര് കാണും? നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റുകാരൻ കാണും. ഇനിയാണ് ആറാമത്തെ പോയിന്റ് എന്താണ്? വളരെ പ്രധാനമാണ്. ഗിവ് അപ്പ് ഈസിലി. ഇവന്മാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഗിവ് അപ്പ് ഈസിലി, ഒന്ന് ട്രൈ ചെയ്യും. എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അത് ഒന്നാമത്തെ ശ്രമത്തിൽ നടക്കുന്നില്ല, ഒന്നും കൂടെ ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കും, രണ്ടാമത്തെ ശ്രമത്തിൽ നടക്കുന്നില്ല, അവസാനിപ്പിക്കും. അതൊന്നും ശരിയാവത്തില്ല, അതൊന്നും നടക്കത്തില്ല, അതൊന്നും ഒരിക്കലും ഒന്നും റെഡിയാകാൻ പോകുന്നില്ല, അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അത് വളരെ എളുപ്പത്തിൽ ഗിവപ്പ് ചെയ്യും. ആര് ഗിവപ്പ് ചെയ്യും? നമ്മുടെ ഈ കക്ഷികൾ ഗിവപ്പ് ചെയ്യും. അത് എളുപ്പത്തിൽ എന്ത് ചെയ്യും? ഗിവപ്പ് ചെയ്തിട്ട് പോകും. പക്ഷേ ഗ്രോത്ത് മൈൻഡ് സെറ്റുകാരൻ അങ്ങനെയല്ല. തൻ്റെ ലക്ഷ്യത്തിലേക്ക് അയാൾ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, തൻ്റെ ബിസിനസ്സിനെ കുറിച്ചൊരു ക്ലാരിറ്റി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, ഇത് ചെയ്താൽ വിജയിക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അത് കിട്ടുന്നത് വരെ അയാൾ എന്ത് ചെയ്യും? കഠിനാധ്വാനം ചെയ്യും.
പേഴ്സിസ്റ്റാണ്, അത് കടിച്ചു തൂങ്ങി നിൽക്കും. പേഴ്സിസ്റ്റൻസ് ആണ്. എന്ത് ചാലഞ്ചസ് നേരിടേണ്ടി വന്നാലും ശരി, എന്ത് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും ശരി, ഈവൻ പരാജയത്തിൻ്റെ അടിയിലേക്ക് കൂപ്പുകുത്തി താഴയിലേക്ക് വീണ് പോകേണ്ടി മൂക്കും കുത്തി നിൽക്കേണ്ടി വന്നാൽ പോലും കടിച്ച് തൂങ്ങി നിന്നിട്ട് ആ പരാജയത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ ആർക്ക് കഴിയും? ആര് ശ്രമിക്കും? ഗ്രോത്ത് മൈൻഡ് സെറ്റുകാർ ശ്രമിക്കും. കാരണം പരാജയം ഒരിക്കലും അംഗീകരിക്കില്ല. വിജയത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഗ്രോത്ത് മൈൻഡ് സെറ്റുകാർ റെഡിയാണ്. ഇനി അവസാനത്തെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ അവസാനത്തെ പ്രത്യേകതയാണ് ഇവന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സജഷൻസ് എപ്പോഴും ഇവർ മറ്റുള്ളവരുടെ സജഷൻസ്, മറ്റുള്ളവരുടെ അഡ്വൈസുകൾ എപ്പോഴും എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. സജഷൻസുകൾ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ സജഷൻസ് എല്ലാം ഇഗ്നോർ ചെയ്യും. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റുകാർ എപ്പോഴും കോച്ചുമാരുടെ അടുത്ത് ചെല്ലും. കോച്ചുമാരുടെ അടുത്ത്, അല്ലെങ്കിൽ വിജയിച്ച ആളുകളുടെ അടുത്ത്, മുൻകാലങ്ങളിൽ വിജയിച്ച ആളുകൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിജയങ്ങൾ നേടിയ ആളുകൾ. ഇവന്മാരുടെ പ്രത്യേകത എന്താ? ഞാനാണ് ഏറ്റവും സൂപ്പർ, എനിക്കാണ് ഏറ്റവും അറിവുള്ള ആൾ, എന്നെ ഉപദേശിക്കാൻ ആരും വരണ്ട, ഞാനെല്ലാം തികഞ്ഞവനാണ് എന്ന മൈൻഡ് സെറ്റിലാണ് ഈ ഫിക്സഡ് മൈൻഡ് സെറ്റുകാരൻ ഇരിക്കുക. കാരണം അവൻ്റെ വിചാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ അവനാണ്, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും മികച്ച ഉസ്താദ് അവനാണ്, അവനാണ് കേമൻ, അവനാണ് ഗുരു എന്നാണ് ആര് ധരിച്ചു വെച്ചിരിക്കുന്നത്? ഈ ഫിക്സഡ് മൈൻഡ് സെറ്റുകാരൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റുകാരൻ അറിയാം തനിക്ക് എത്രത്തോളം അറിവില്ല എന്നുള്ള ഏറ്റവും ബോധ്യമുള്ള ആളാണ് ആര്? ഗ്രോത്ത് മൈൻഡ് സെറ്റുകാരൻ. അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും പുസ്തകങ്ങൾ വായിച്ച് അറിവ് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, ഗുരുക്കന്മാരെ കണ്ടുകൊണ്ടിരിക്കും, കോച്ചുമാരെ കണ്ടുകൊണ്ടിരിക്കും. അവന് മെൻറ്റർ ഉണ്ടാകും, കോച്ച് ഉണ്ടാകും. വലിയ സക്സസ്സിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മറ്റൊരാളുടെ ഗൈഡൻസ് വേണമെന്ന് വിചാരിക്കുന്നവരാണ്. കൺസൾട്ടൻറ്റിന് വേണ്ടി വരും, അഡ്വൈസേഴ്സ് വേണ്ടി വരും. അങ്ങനെ എക്സ്പേർട്ടായ ആളുകളിൽ നിന്ന് എപ്പോഴും എക്സ്പേർട്ട് അഡ്വൈസുകളെ വളർച്ചയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് ആര് കാണും? വളർച്ചകൾ, എക്സ്പേർട്ട് ആയിട്ടുള്ള അഡ്വൈസുകൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇവരെന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. സോ മറ്റുള്ളവൻ്റെ എക്സ്പേർട്സ് ആയ ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാനും അതിനുവേണ്ടി പണം മുടക്കും, അതിനുവേണ്ടി കോച്ചിങ് പ്രോഗ്രാമിന് പോകും. കാരണം ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന വളരെ എഫക്റ്റീവായ കോച്ചിങ് പ്രോഗ്രാം ഉണ്ട്. അതായത് 5 കോടിയുടെ മേളിൽ പ്രൊഡക്റ്റ് റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 5 കോടിയുടെ മേളിലുള്ള ആളുകൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യും? 1 വർഷത്തെ കോച്ചിങ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് 5 കോടിയാണ് ചെയ്യുന്നതെങ്കിൽ 3 വർഷം കൊണ്ട് 500 കോടിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കറക്റ്റ് സ്ട്രാറ്റജിക് കോച്ചിങ്. കാരണം ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള മില്യൺ കണക്കിന് ഡോളറുകളും ബില്യൺ കണക്കിന് ഡോളറുകളൊക്കെ ബിസിനസ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകാർ ചെയ്ത സ്ട്രാറ്റജിയെ വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലും ഓരോ ബിസിനസ്സിനും ആവശ്യമായ രീതിയിലേക്ക് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് കോച്ച് ചെയ്തിട്ട് അവരെ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി 5 കോടിക്ക് താഴെയാണ് നിങ്ങൾ സർവീസ് മേഖലയിൽ 50 ലക്ഷത്തിന് താഴെ ആണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വേറൊരു കോച്ചിങ് പ്രോഗ്രാം ഉണ്ട്, ബിസിനസ് മാസ്റ്റേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു കോച്ചിങ് പ്രോഗ്രാം. ഇത് ബിസിനസ്സിലെ തുടക്കക്കാരായ ആളുകൾ, 5 കോടിക്ക് താഴെയുള്ള ആളുകൾക്ക് അവരുടെ ബിസിനസ്സിനെ അടുത്തൊരു 3 വർഷം കൊണ്ട് 50-100 കോടിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ സ്ട്രാറ്റജിക് കോച്ചിങ് പ്രോഗ്രാമാണ്. ഇങ്ങനെ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആളുകൾ എപ്പോഴും അഡ്വൈസേഴ്സ്, എക്സ്പേർട്സ് ആയ ആളുകളുടെ ഒപ്പീനിയനെ അക്സെപ്റ്റ് ചെയ്യുകയും അവരുടെ വളർച്ചയ്ക്കുള്ള വളരെ വലിയ അവസരമാണിതെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. കാരണം എന്തുകൊണ്ടാണ് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഈ കോച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വഴി പോകുമ്പോൾ ചിലപ്പോൾ ഒരുപാട് വഴി ഇവിടെ പോയി പിന്നെ ഇങ്ങോട്ട് പറഞ്ഞ് അത് ഇങ്ങനെ പോകേണ്ട വഴിയേ ഉള്ളൂ. പക്ഷേ നമുക്ക് കറക്റ്റ് ഗൈഡൻസ് കിട്ടാതെ വരുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസിനെ മാത്രം റിലേ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഇങ്ങോട്ട് പോയി നമ്മുടെ കാലവും സമയവും അവസരങ്ങളും നഷ്ടപ്പെടും. അവസരം നഷ്ടപ്പെടും, ഊർജ്ജം നഷ്ടപ്പെടും. അതായത് 10 വർഷം കൊണ്ട് നേടാവുന്ന നേട്ടം നമുക്ക് ചിലപ്പോൾ 20-25 വർഷം എടുത്തേക്കാം. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സക്സസ്ഫുള്ളായ ഗ്രോത്ത് മൈൻഡ്സുള്ള ആളുകൾക്കറിയാം, എക്സ്പേർട്ടായ ആളുകളുടെ ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2 വർഷം സേവ് ചെയ്യാൻ പറ്റും, ടെക്നോളജി വേഗം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ അങ്ങനെ നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയം കോച്ചിങ് ഉണ്ട്. 5 കോടിയുടെ മേളിലുള്ള ആളുകൾക്ക് ബിസിനസ്സിന് 500 കോടിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ചാണക്യ ബിസിനസ് കോച്ചിങ് എന്ന് പറയുന്ന കോച്ചിങ് പ്രോഗ്രാം ഉണ്ട്. തുടക്കക്കാരായ ആളുകൾക്ക് ബിസിനസ്സിന് 50 കോടിയിലേക്ക് അടുത്ത 3 വർഷം കൊണ്ട് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഞങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാം ബിസിനസ് മാസ്റ്റേഴ്സ് ക്ലബ്ബ്. ഇനി നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസ് കണ്ടെത്തണമെങ്കിൽ അതിന് വേറെ 1.5 വർഷം നീണ്ടു നിൽക്കുന്ന കോച്ചിങ് പ്രോഗ്രാം ഉണ്ട്. സോ പറഞ്ഞു വന്നത്, നിങ്ങളുടെ ലൈഫിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകാനായിട്ടുണ്ടോ അല്ലയോ എന്നുള്ള അസസ് ചെയ്യാനുള്ള ടൂൾസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിലെന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്സിലേക്ക് ഇറങ്ങാനിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ബിസിനസ്സുകാരൻ്റെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് ഉപകാരപ്പെടുന്നതാണെന്ന് തോന്നുമെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ പ്രൊഫൈൽസ് ഫോളോ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളെന്ന് പറയുന്ന ഒരു ഓൺട്രപ്രണറെ ഒരു സൂപ്പർ ഓൺട്രപ്രണറാക്കി മാറ്റുന്നതിന് ആവശ്യമായ കോച്ചിങ്ങോ കൺസൾട്ടിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യണം, ടീമിൻ്റെ സെയിൽസ്
പ്രൊഡക്ടിവിറ്റിയോ നിങ്ങളുടെ ടീമിൻ്റെ ലീഡർഷിപ്പ് കപ്പാസിറ്റിയോ കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അതിനു വേണ്ടി വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട്. ഞങ്ങളുടെ കൂടെ കൂടാം. ഇനി അതല്ല, അടുത്ത് വരാനിരിക്കുന്ന 1-2 വർഷങ്ങൾ ഞങ്ങളെ കൂടെ നിന്ന് നിങ്ങളുടെ ബിസിനസ്സിനെ ഇപ്പോൾ ഉള്ളതിൻ്റെ 100 ഇരട്ടി ഗ്രോത്തിലേക്ക് കോച്ചിങ്ങിലൂടെ, ഗ്രൂപ്പ് കോച്ചിങ്ങിലൂടെ ലോകത്തിലുള്ള വിവിധ ഭാഗങ്ങളുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വാഗതം ബിസിനസ് ചാണക്യയിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് മാസ്റ്റേഴ്സ് ക്ലബിലേക്ക്. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് മീ CASAC BENJALI, the business coach.